NSSന്റെയും സമുദായ അംഗങ്ങളുടെയും ക്ഷേമവും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനും സംഘടന അച്ചടക്കം നിലനിർത്തുന്നതിനുമാണ് NSS പത്തനാപുരം താലൂക്ക് സമിതി പിരിച്ചുവിട്ടതെന്ന് പുതിയ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. KB ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യവും സമുദായ വിരുദ്ധ നടപടിയോടുള്ള എതിർപ്പുമാണ് ഭൂരിപക്ഷ അംഗങ്ങളും രാജിവെക്കാനും യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടാനും ഇടയാക്കിയതെന്ന് ഇവർ പറഞ്ഞു. ഒട്ടനവധി സമുദായ നേതാക്കന്മാരുടെ അധ്വാന ഫലമായാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ ഇന്നത്തെ നിലയിലെത്തിയത്. അതിൽ R. ബാലകൃഷ്ണപിള്ളയുടെ പങ്കും ചെറുതായി കാണുന്നില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ സ്വത്തുവകകൾ നിർധനരായ നൂറുകണക്കിന് നായന്മാരുടെ അധ്വാന ഫലമായി ആർജിച്ചതാണ്. ഇതിലൊരു കുടുംബത്തിന്റെ മാത്രമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിയർപ്പ് കൂടി ഉൾപ്പെട്ടതാണ്. ആ സ്വത്തുവകകളുടെ സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചാണ് NSS നേതൃത്വം നിലവിലെ യൂണിയനെ പിരിച്ചുവിട്ടതെന്ന് പുതുതായി ചുമതലയേറ്റ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നിലവിലുള്ള കെട്ടിടത്തിൽ പത്മ കഫേ ആരംഭിക്കുന്നതിന് വേണ്ടി നവീകരണം നടത്തിയതിന് 4 കോടിയിലേറെ രൂപയുടെ ചെലവ് എന്നത് സമുദായ അംഗങ്ങൾക്ക് അവിശ്വസനീയമാണ്. NSSന് ലാഭകരമായ രീതിയിൽ കരാറുകൾ നൽകുക എന്നതിന് വിരുദ്ധമായി തന്റെ ഇഷ്ടക്കാർക്ക് കരാറുകൾ നൽകുക എന്നതിൽ മാത്രമായി പ്രസിഡന്റിന്റെ താൽപര്യം ഒതുങ്ങിയതാണ് പത്മ കഫേ നിർമ്മാണത്തിൽ ഇത്രത്തോളം ചെലവുകൾ വന്നുകൂടാൻ ഇടയാക്കിയതെന്നും ഇവർ പറഞ്ഞു. യൂണിയൻ കമ്മിറ്റിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയ ഭരണസമിതി അംഗത്തെ ഗുണ്ടകളെ വിട്ടുതള്ളുന്ന പ്രവർത്തനം ഒരു നായർ സമുദായ അംഗവും അംഗീകരിക്കില്ലെന്നും ഇവർ പറഞ്ഞു. ആരോഗ്യത്തിലെ യാതൊരു കാര്യങ്ങളും ആരോടും ആലോചിക്കുക, സ്വന്തം നിലയിൽ ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനം ചെയ്യുന്ന കേട്ട് ചെയ്തോ. നമ്മളത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാലോ അടിയിട്ടു ഗണേഷ് കുമാർ അടിക്കുന്നത് ആളിനെ കൊണ്ട് അടിക്കും. സമുദായത്തെ കുറിച്ചാണ്. സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. വേണം യൂണിയൻ ഭരണസമിതി അംഗമാണ്. ഗണേഷ് കുമാർ യൂണിയന്റെ പ്രസിഡന്റാണ്. രണ്ടുപേരും ഒരു സമുദായമാണ്. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിക്ക് പറഞ്ഞത് എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നത് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നിലൊരു ഗുണ്ടായി ഉണ്ടെന്ന് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് യോഗത്തിൽ പറഞ്ഞതാണോ അതോ കമ്മിറ്റിയിൽ ഞങ്ങളിരിക്കുന്ന കമ്മിറ്റി പറഞ്ഞതാ. യൂണിയന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലായിട്ടും ഇടപെടാൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് സമയം നിശ്ചയിച്ച ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കാത്തിരുന്നിട്ടും മണിക്കൂറുകളോളം വൈകി വന്ന പവിത്രമായ സമാധിയിൽ അവമതിപ്പുണ്ടാക്കി. വർഷങ്ങളായി യൂണിയൻ ഹെഡ് ഓഫീസിനോട് ചേർന്നല്ല മുന്നോട്ട് പോകുന്നത്. ധാർഷ്ട്യവും ധിക്കാരവും മുഖമുദ്രയാക്കി മുന്നോട്ട് പോകാൻ എന്നും കഴിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ അതിനുള്ള ആസൂത്രണം ചെയ്യാൻ യൂണിയൻ കമ്മിറ്റി ആലോചന വെച്ചു. അദ്ദേഹം അതെല്ലാം ഏറ്റു. അദ്ദേഹത്തിന്റെ ഒരു PA ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ വന്നതാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യും. കമ്മിറ്റിക്ക് യാതൊരു അവകാശമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോണം, ഒപ്പിട്ട് കൊടുത്തോണം. അതിനപ്പുറത്തോട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറിയും ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങളും ചോദിക്കാൻ പാടില്ല. അതിൽ അഴിമതി ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് സംശയം തോന്നിയത്? അതിന് ഇത്രയും വലിയൊരു പണിയില് ഇത്രയും രൂപ ചെലവായി എന്ന് പറഞ്ഞപ്പോൾ അഴിമതിയാണെന്ന് തോന്നി. മറ്റ് പല സ്ഥലങ്ങളിലും ഈ പത്മ കഫേ നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മുതൽ ഇങ്ങോട്ട് പലയിടത്തും ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴൊന്നുമില്ല. ചങ്ങനാശ്ശേരി പത്മ കഫേ നടത്തിയതിന് 1.5 കോടി രൂപ ചെലവായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.